ദേവയാനി. രചന ബ്ലൂ ഐ. അവതരണം അഷിക. ആ രാത്രി ഭയപ്പെടുത്തുന്നതായിരുന്നു. മലയാടിക്കുന്ന് ഗ്രാമം മുഴുവനായി ഉറങ്ങുമ്പോൾ ചിലർ മാത്രം ഒട്ടും നിദ്രാദേവി കടാക്ഷിക്കാതെ പല പല ചിന്തകൾ ഉരുകി നിന്നു. പോലീസ് ക്വാർട്ടേഴ്സിൽ സെബാൻ മദ്യക്കുപ്പികൾക്ക് മുന്നിൽ ആലോചനയിലായിരുന്നു. തൻ്റെ ചുറ്റിലും നടക്കുന്ന നിഗൂഢമായ സംഭവങ്ങളുടെ ചുരുളുകൾ അഴിക്കാനുള്ള വഴികൾ അയാളുടെ ഉറക്കത്തെ കളഞ്ഞു. മദ്യം ഗ്ലാസുകളിൽ നിറയുകയും ഒഴിയുകയും ചെയ്തു. സിഗരറ്റ് കുറ്റികൾ എരിഞ്ഞമർന്നു. അതേസമയം പഞ്ചമി സെബാൻ വിളിച്ച എന്തെന്നറിയാതെ വെപ്രാളപ്പെട്ടു. സെബാന്റെ മരണം തങ്ങൾക്ക് പ്രശ്നമാകുമോ എന്നതായിരുന്നു അവരുടെ ഉത്കണ്ഠ. ഡേവിസ് തന്നെ ഏൽപ്പിച്ച പണത്തിന്റെ കാര്യം ചോദിക്കാനാവും സെബാൻ വിളിച്ചതെന്നായിരുന്നു അവൾക്ക് തോന്നി. നാളെ സെബാനെ കാണുന്നതിന് മുമ്പ് ആ പണം എത്തേണ്ടടുത്ത് എത്തണമെന്ന് അവരുറപ്പിച്ചു. ഒരിടത്ത് ദേവുവിനെ കാണാനും എല്ലാം പറഞ്ഞു തീർക്കാനുമായി സുധി അവളെ കാണാനായി പുറപ്പെടുമ്പോൾ തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിൽ ദേവു ഉറക്കമില്ലാതെ കണ്ണീർ വാർത്തു കിടന്നു. അതേസമയം ഇരുളിൽ രാത്രി പോലും അറിയാതെ വേട്ടയ്ക്കിറങ്ങിയ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അവൻ്റെ പത്തി ഇരുളിൽ വിടർന്നു നിന്നു. ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ മുന്നിലിരിക്കുകയായിരുന്നു സുധി. പെട്ടെന്നാണ് തലേ ദിവസം രാത്രി അമ്മയ്ക്കൊരു ശ്വാസം മുട്ടൽ തുടങ്ങിയത്. ശ്വാസമെടുക്കാൻ പെടാപ്പാടുപെടുന്ന അമ്മയും കൂട്ടി ഉടനെ ആശുപത്രിയിൽ എത്തിച്ചേർന്നു. അമ്മയ്ക്ക് വല്ലാത്ത ടെൻഷനുണ്ടെന്ന്, ബോഡി വീക്കാണെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. അമ്മ മാത്രമേ ഉള്ളൂ. എന്തായാലും ട്രിപ്പിട്ട് രാത്രി മുഴുവൻ റെസ്റ്റ് എടുത്തതിന് ശേഷം രാവിലെ പോയാൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞു. അത്രയും നേരം അമ്മയുടെ അടുത്തിരുന്ന് ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. തൻ്റെ ഭാവിയും കല്യാണമൊക്കെയാണ് അമ്മയുടെ മനസ്സിൻ്റെ ആദ്യമെന്ന് പലതവണ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ദേവുവിൻ്റെ കാര്യം പറഞ്ഞാലോ എന്ന് പല കുറി ഓർത്തു. പക്ഷേ അവളോട് നേരിട്ട് സംസാരിച്ച് എല്ലാത്തിനും ഒരുറപ്പ് കിട്ടിയിട്ട് പറയുന്നതാണ് നല്ലതെന്ന് തോന്നി. അവളെ കാണാൻ വേണ്ടി പോകാൻ ഇറങ്ങിയപ്പോഴാണ് അമ്മയ്ക്ക് വയ്യാതായത്. എന്തായാലും അമ്മയെ വീട്ടിലെത്തിച്ച ശേഷം അവളെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് അമ്മയോട് എല്ലാം പറയാമെന്ന് അവൻ ഉറപ്പിച്ചു. ദേവുവിനെ കാണാൻ പോകാൻ കഴിയാത്ത തൻ്റെ നിർഭാഗ്യത്തെ പഴിച്ചപ്പോൾ അവൻ അറിഞ്ഞില്ല അത് തൻ്റെ ആയുസിൻ്റെ ബലമായിരുന്നുവെന്ന്. ദൂരെ വെള്ളയാമ്പാറ എന്നിടത്തേക്ക് തങ്ങൾ കണ്ടുവച്ച സ്ഥലത്തേക്ക് പോകുകയായിരുന്നു പഞ്ചമിയും നാണും. ഏതോ മന്ത്രി വരുന്ന പരിപാടിയിൽ പങ്കെടുക്കണമെന്നും രാത്രിയിലെത്തിയാൽ മതിയെന്ന് സെബാന്റെ മെസ്സേജ് വന്നപ്പോൾ അപ്പോൾ തന്നെ അവരങ്ങോട്ട് പോകാൻ ഉറപ്പിച്ചിരുന്നു. അവിടുത്തെ ഉടമയെ വിളിച്ച് തങ്ങൾ അഡ്വാൻസ് തരാൻ വരുന്നുണ്ടെന്ന് അവരറിയിച്ചു. അങ്ങനെ അത് രാവിലെ തന്നെ നാണുവും പഞ്ചമിയും ഡേവിസ് ദേവുവിൻ്റെ വിലയായി നൽകി 5 ലക്ഷം രൂപയുമായി പുറപ്പെട്ടു. ഏതാണ്ട് ഉച്ചയോടെ അവരവിടെ എത്തുമ്പോഴേക്കും അവിടെ എല്ലാം റെഡിയായിരുന്നു. അഡ്വാൻസ് തുക 5 ലക്ഷം രൂപ കൈമാറി പഞ്ചമിയും അയാളും കരാറിൽ ഒപ്പുവെച്ചു. കൊടുക്കാനുള്ള തുകയുടെ ഏതാണ്ട് നല്ലൊരു ശതമാനം തന്നെ കൊടുത്തുകൊണ്ട് തന്നെ ആളും ഹാപ്പിയായിരുന്നു. അയാൾ ആ പ്രോപ്പർട്ടിയുടെ താക്കോലും മറ്റും പഞ്ചമിക്ക് നൽകി. ബാക്കി തുക രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായി തരാമെന്നാണ് കരാർ. അതിനു മുമ്പായി തൻ്റെ വീടും സ്ഥലവും വിൽക്കണമെന്ന് പഞ്ചമിയും കണക്കുകൂട്ടി. ഈ കാര്യങ്ങളെല്ലാം തന്നെ അതീവ രഹസ്യമായിരിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആരും അറിയാതെ വീട് വിൽപ്പനയാക്കി ഒരു സുപ്രഭാതത്തിൽ മലയാടിക്കൊന്നു വിടണം. പഞ്ചമിയും നാണവും അവരുടെ കുടുംബവും എവിടെയാണ് പോയതെന്ന് മലയാടിക്കൊന്നുകാർ ഒരിക്കലും അറിയരുത് എന്നവർ തീരുമാനിച്ചു. അല്ലെങ്കിൽ തങ്ങളെ ആരന്വേഷിക്കാൻ? പഞ്ചമി നെടുവീർപ്പിട്ടു. എല്ലാം ശരിയാക്കിയതിന് ശേഷമാണ് പഞ്ചമിയും നാണവും തിരികെ മലയാടിക്കുന്നിൽ വന്നത്. തിരികെ എത്തി അവരാദ്യം സെബാനെ വിളിച്ചു. ഏതാണ്ട് സന്ധ്യയായപ്പോഴാണ് സെബാൻ അവരെ കാണാനായി ചെന്നത്. മലയാടിക്കുന്ന അതിർത്തിയിലുള്ള അധികം ആരും പോകാത്ത ഒരു റോഡിലായിരുന്നു അവർ കണ്ടുമുട്ടിയത്. സെബാൻ എന്തിനാണ് വിളിച്ചതെന്നറിയാതെ പഞ്ചമി നെഞ്ചിടിപ്പോടെ നിന്നു. എന്താ സാറെ കാണണമെന്ന് പറഞ്ഞത്? എന്തേലും കുഴപ്പമുണ്ടോ? എടി പഞ്ചമി, എനിക്കിപ്പോൾ അറിയേണ്ടത് നിന്റെ മോളെക്കുറിച്ചാണ്. അവളെക്കുറിച്ച് എന്തറിയാനാ സാറേ? അവൾക്ക് കൂട്ടുകാരായിട്ട് ആരെങ്കിലും ഉണ്ടോ? കാമുകനായ ഒരാളുണ്ടായിരുന്ന കാര്യമൊക്കെ എനിക്കറിയാം. അവനെ ഞാൻ കണ്ടു. അതല്ലാതെ പഞ്ചമി ആകെ ഒന്ന് പരിങ്ങി. ഇല്ല സാറേ, എൻ്റെ മോളെ ആരും കൂടെ കൂട്ടില്ലല്ലോ. അവളെ മര്യാദക്കൊന്ന് പഠിക്കാൻ പോലും വിട്ടിട്ടില്ല. 5ാം ക്ലാസ് വരെ മാത്രമേ അവൾ പഠിച്ചിട്ടുള്ളൂ. പിന്നെ അവളെ ഞാൻ പുറത്തു പോലും വിട്ടിട്ടില്ല. പഞ്ചമിയുടെ മകളെ ആരും വെറുതെ വിടില്ലല്ലോ. പഞ്ചമി അർത്ഥം വെച്ച് പറഞ്ഞപ്പോൾ സെബാനൊന്ന് ചൂളിപ്പോയി. അപ്പോൾ അവളെ ആർക്കും അറിയില്ല, ആരുമായി അവൾക്ക് അടുപ്പവും ഇല്ല അല്ലേ? ഇല്ല സാറേ, എന്താ കാര്യമെന്നൊന്ന് പറയൂ. പിന്നെ സെബാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അവർ ആകെ ഭയന്നുപോയി.
അവളുമായി ബന്ധപ്പെട്ട് നടന്നുവെന്നറിയപ്പെടുന്ന മരണങ്ങളൊക്കെ അവരെ ഭയപ്പെടുത്തി. ദേവിയായി സ്ഥിരമായി പഴയ പൊളിഞ്ഞ കാവിൽ പോകാറുള്ളതും കുറെ നാളുകളായി അവൾക്ക് വന്ന ഉൾവരിഞ്ഞ സ്വഭാവവും എല്ലാം പഞ്ചമിയുടെ മനസ്സിൽ വന്നു. പക്ഷെ അവരൊന്നും പറഞ്ഞില്ല. ആ നമ്പൂതിരി ഒഴിച്ച് ബാക്കി എല്ലാവരും നേരിട്ടോ അല്ലാതെ അവളുമായി ബന്ധമുള്ളവരാണ്. എന്തായാലും ഞാൻ ഈ കേസിന് പുറകെയുണ്ട്. ഇപ്പൊ നീ പൊക്കോ. സെബാന്റെ അനുവാദം കിട്ടിയപ്പോൾ പഞ്ചമി മെല്ലെ നീങ്ങി. അവളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. നാളുവിനോട് പോയിക്കോളാൻ പറഞ്ഞു പഞ്ചമി വീട്ടിലെത്തുമ്പോൾ നേരം ഒരുപാട് ഇരുട്ടായിരുന്നു. സാധാരണ എന്ന പോലെ ദേവയാനി താക്കോല് കൊണ്ട് പൂട്ടിയിരുന്നു. പഞ്ചമി തന്റെ കയ്യിലുള്ള താക്കോല് കൊണ്ട് വാതിൽ തുറന്നകത്തേക്ക് കയറി. ദേവു ഉറങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി. സ്വന്തം മുറിയിലേക്ക് പോയ ശേഷം വല്ലാത്തൊരാലോചന അവരെ അലട്ടി. അവരുടെ ചിന്തകൾ അധികമായപ്പോൾ പഞ്ചമി മെല്ലെ എഴുന്നേറ്റ് ദേവുവിന്റെ മുറിയിലേക്ക് ചെന്നു. വാതിൽ കൊളുത്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അവർ വാതിൽ തുറന്നകത്തേക്ക് കയറി. സാധാരണ ദേവുവിന്റെ മുറിയിലേക്കൊന്നും അവരങ്ങനെ വരില്ലായിരുന്നു. പഞ്ചമി ദേവുവിനെ വിളിച്ചു. ആദ്യം ഒന്ന് ചിണുങ്ങിയെങ്കിലും ദേവ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. മുന്നിൽ അമ്മയെ കണ്ടപ്പോൾ ദേവ് പകച്ചു ചെന്നു. തന്റെ അരക്കെട്ടിൽ ആ സർപ്പമുണ്ടെന്ന് അവൾ പകപ്പോടെ ഓർത്തു. ദേവു, നീ എന്തൊക്കെയാ ഞാനറിയാതെ ചെയ്യുന്നത്? ഞാൻ എന്ത് ചെയ്തോന്നു? അമ്മ ഒന്ന് പോയേ, എനിക്ക് ഉറങ്ങണം. പഞ്ചമി അവിടെ നിന്നും ഒഴിവാക്കാനായി അവൾ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. നിനക്ക് ഉറങ്ങണമല്ലേ? ബാക്കിയുള്ളവരുടെ ഉറക്കം കളഞ്ഞിട്ട് പറയടി, വിരോധമുള്ളവരൊക്കെ കൊല്ലാൻ മാത്രം എന്ത് കൂടത്രോ നിന്റെ കയ്യിലുള്ളത്? പഞ്ചമി ഉച്ചത്തിൽ അലറിക്കൊണ്ട് ചോദിച്ചു. തന്റെ അരക്കെട്ടിൽ ചലനമുണ്ടാവുന്നതറിഞ്ഞ ദേവ് ഭയത്തോടെ പഞ്ചമിയുടെ കൈ കുതറിയെറിഞ്ഞു. അമ്മ ഒന്ന് പോകുന്നുണ്ടോ? ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അമ്മയ്ക്ക് ഭ്രാന്താണ്. അതേടി, എങ്കിൽ എന്നെ കൂടെ കൊല്ലടി, കൊല്ലടി. പഞ്ചമി ദേവുവിനെ പിടിച്ച് തള്ളിക്കൊണ്ട് പറഞ്ഞതും ദേവ് പോലും അറിയാതെ അവളുടെ അരക്കെട്ടിൽ നിന്നും ആ സർപ്പം ഉയർന്നു പൊന്തി. അത് തന്റെ അമ്മയുടെ നേർക്കുയരുന്നതും ഒരു പകപ്പോടെ അമ്മ അത് കാണുന്നു നോക്കി ദേവ് കണ്ടു. അവളുടെ കൺമുന്നിൽ വെച്ച് തന്നെ ആ സർപ്പം പഞ്ചമി ആഞ്ഞു കൊത്തി. ഒരു നരുക്കത്തോടെ പഞ്ചമി മറിഞ്ഞു വീഴുന്നത് കണ്ട ദേവും ബോധരഹിതയായി വീണു. സർപ്പം മെല്ലെ ദേവുവിന്റെ ദേഹത്തേക്ക് തന്നെ ഇഴഞ്ഞു കയറി. അതേസമയം കണ്ട കാഴ്ചയുടെ ഭീതിയിൽ ഭയന്ന് എങ്ങോട്ടൊന്നില്ലാതെ ഓടുകയായിരുന്നു സുധി. വെപ്രാളത്തോടെ ഇറങ്ങി ഓടുമ്പോൾ എങ്ങോട്ട് ഓടണമെന്ന് സുധിക്ക് അറിയില്ലായിരുന്നു. തന്റെ പിന്നാലെ ആരോ തന്നെ പിന്തുടരുന്നുണ്ടെന്ന് സുധിക്ക് തോന്നി. മുന്നിലെ വഴി എന്തെന്നോ എങ്ങോട്ടെന്നോ നോക്കാതെ അവൻ കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ ഓടി കിതച്ചപ്പോഴാണ് മുന്നിൽ കണ്ട അരമതിലിൽ അവൻ പോയിരുന്നത്. ഓട്ടം നിർത്തിയപ്പോൾ തന്നെ സുധി ഭയത്തോടെ പിറകിലേക്ക് നോക്കി. ആരും തനിക്ക് പിറകെ വരുന്നില്ലെന്ന് ഉറപ്പിച്ചപ്പോഴാണ് അവന് സമാധാനമായത്. എന്നിട്ടും അവന്റെ കണ്ണിൽ അല്പം സമയം മുമ്പ് താൻ കണ്ട അവിശ്വസനീയമായ ദൃശ്യത്തിൽ കൂടുതൽ മിഴിവോട് തെളിഞ്ഞു നിന്നു. അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നപ്പോഴും വീട്ടിലെത്തി റെസ്റ്റ് എടുക്കുമ്പോഴും ഒക്കെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് തൻ്റെ വിവാഹക്കാരൻ തന്നെയായിരുന്നു. എങ്ങനെയെങ്കിലും ലീവ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഒരു നിശ്ചയമെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ അമ്മ പറഞ്ഞപ്പോൾ ദേവയാനെ കണ്ടേ മതിയാകൂ എന്നവൻ ഉറപ്പിച്ചു. ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് എല്ലാത്തിനും ഒരു തീരുമാനമാക്കാനെന്ന പോലെ അമ്മ ഉറങ്ങിയതിന് ശേഷം ദേവുവിൻ്റെ വീട്ടിൽ ചെന്നത്. അവിടെ ലേറ്റ് കാണാനായപ്പോൾ അവിടെ ആരുമില്ലെന്ന് കരുതി. ഇപ്പോൾ ദേവുവിൻ്റെ അമ്മ ആ പണിയൊക്കെ നിർത്തിയെന്ന് ആരോ പറഞ്ഞു കേട്ടിരുന്നു. എന്തായാലും തനിക്ക് സുപരിചിതമായ അവളുടെ ജനാലയിലേക്ക് പോകാൻ ഉറപ്പിച്ചു. പക്ഷെ അവിടെ ജനാലയ്ക്ക് സമീപം എത്തുമ്പോഴാണ് അകത്തു നിന്നും വെളിച്ചം തെളിഞ്ഞത്. പെട്ടെന്ന് താൻ മാറി നിന്നു. ദേവുവും അമ്മയുമാണെന്ന് മനസ്സിലായപ്പോൾ അമ്മ പോകുന്നത് വരെ മറഞ്ഞു നിൽക്കാമെന്ന് ഉറപ്പിച്ചു. പക്ഷെ അവർ സംസാരിച്ച കാര്യങ്ങൾ നിസ്സാരമല്ല. അതിൻ്റെ കൗതുകം കൊണ്ടും കാര്യമറിയാനുള്ള ആകാംക്ഷ കൊണ്ടുമാണ് പിന്നെയും എത്തി നോക്കിയത്. പക്ഷെ കണ്ട കാഴ്ച ഓർക്കുമ്പോൾ തന്നെ ഭയം കൊണ്ട് നെഞ്ചിരിപ്പ് കൂടുന്നു. ദേവുവിൻ്റെ അരക്കെട്ടിൽ നിന്നും പുറത്തു വരുന്ന ഒരു വലിയ പാമ്പ് അവളുടെ അമ്മയെ ആഞ്ഞുകുത്തുന്നു. അത് കണ്ട ആഘാതത്തിൽ അവൾ മറിഞ്ഞു വീഴുന്നു. ഉറപ്പായും ദേവുവിൻ്റെ അമ്മ മരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ദേവുവിന് എന്തെങ്കിലും സംഭവിച്ചാണോ? സ്വന്തം ദേഹത്ത് ഇങ്ങനെ വലിയൊരു പാമ്പ് ചുറ്റിയത് അവൾ അറിയാതിരിക്കുമോ? അമ്മ പറഞ്ഞതും സീഹയെ പറഞ്ഞതൊക്കെ കൂടി കൂട്ടി ആലോചിക്കുമ്പോൾ ദേവ് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുമോ? സുധിക്ക് ആകെ ഭയം തോന്നി. ആരോടാ ഒന്നെല്ലാം ഒന്ന് പറയുക. പെട്ടെന്നാണ് അവൻ്റെ മനസ്സിൽ CI സെബാന്റെ മുഖം തെളിഞ്ഞത്. അവൻ പെട്ടെന്നുണ്ടായ ഒരു ഉൾപ്രേരണയിൽ പോലീസ് ക്വാർട്ടേഴ്സ് ലക്ഷ്യമാക്കി നടന്നു. ആ സമയത്ത് ആരാ വന്നതെന്ന ചിന്തയോടുകൂടിയാണ് സെബാൻ വാതിൽ തുറന്നത്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ മുന്നിൽ നിൽക്കുന്ന സുധിയെ കണ്ട് അയാളൊന്ന് ഞെട്ടി.
നീ എന്താടാ ഇവിടെ, അത് ഈ നേരത്ത്? സെബാൻ സംശയത്തോട് ചോദിച്ചു. അത് സാറേ, ഞാൻ അകത്തോട്ടൊന്ന് കയറിക്കോട്ടെ? സെബാൻ ആദ്യം ഒന്ന് സംശയിച്ചു, എങ്കിലും അവന് ഉള്ളിലേക്ക് കയറ്റി. കാര്യം പറയടാ. സാറെന്നോട് ദേവ്യാനിയെ പറ്റി ചോദിച്ചില്ലേ? അവൾക്ക് എന്തോ മന്ത്രവിദ്യ ഉണ്ട് സാറേ, എന്തൊക്കെയോ ഉണ്ട്. അവൾ സാധാരണ ഒരു പെണ്ണല്ല. സുധി പുലമ്പി. സെബാൻ ഞെട്ടി. നീ കാര്യം തിരിച്ചു പറയടാ. സുധി ഭയത്തോടെ താൻ കണ്ട കാര്യങ്ങളൊക്കെ സെബാനോട് പറഞ്ഞു. എല്ലാം കേട്ട് സെബാനും ആകെ വിരണ്ടുപോയി. സുധി പറഞ്ഞത് നേരാണെങ്കിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് അവളൊരു പാമ്പിനെ വളർത്തുന്നുണ്ട്. അവളെ നോവിക്കുന്നവരൊക്കെ ആ പാമ്പ് വകവരുത്തും. സെബാന്റെ വായിലെ വെള്ളം വരണ്ടു. അന്ന് വേണുവിന് പകരം ആദ്യം ദേവയാനിയുടെ മുറിയിലേക്ക് താൻ പോയിരുന്നെങ്കിൽ ഓർത്തപ്പോൾ സെബാൻ അടിമുടി വിറച്ചു. എന്നിട്ട് ആ പഞ്ചമി ഇപ്പം എവിടെ? അവര് മരിച്ചു കാണും സാറേ. അപ്പൊ അവളോ, ആ ദേവയാനി? അവളവിടെ ഉണ്ടാവും. എനിക്കറിയില്ല. രണ്ടുപേരും പിന്നെ ഒന്നും മിണ്ടിയില്ല. നമ്മൾ എന്താ ചെയ്യുക സാറേ? എന്ത് ചെയ്യാനാടാ? നാളെ ആവട്ടെ. ഇപ്പൊ പോകുന്നത് അപകടമാണ്. ആ പാമ്പ് അവിടെ ഉണ്ടെങ്കിലോ? വേറെ ആരെങ്കിലും ശവം കാണുമ്പോൾ നമ്മൾ അറിയിക്കും, സെബാൻ പറഞ്ഞു. അത് ശരിയാണെന്ന് സുധിക്കും തോന്നി. ഒന്നും പരസ്പരം പിന്നെ പറഞ്ഞില്ല. എങ്കിലും എന്തൊക്കെയോ രണ്ടുപേരും ആലോചിച്ചു കൂട്ടി. സാറേ, നമുക്ക് കീഴാട്ടുമന വരെ ഒന്ന് പോയാലോ? പെട്ടെന്ന് സുധി പറഞ്ഞപ്പോൾ സെബാൻ അവനെ തുറച്ചു നോക്കി. ദൂരെ എവിടെയോ കാലം കോഴി കരയുന്നത് അവർക്ക് വ്യക്തമായി കേട്ടു. തുടരും.